ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതിയൊരു പ്രഭാതത്തിന്റെ എല്ലാ ആശംസകളും നേരാണ്. ഇന്ന് 40-ാം വെള്ളിയാണ്. ഈശോ ശരിക്കും ലാസറിനെ ഉയർപ്പിച്ച ഒരു സംഭവമാണെന്ന് വായിക്കുന്നത്. ശരിക്കും ഈ ഒരു ദിവസം നമ്മൾ ആലോചിക്കുന്നത് തന്നെയാണ്. കാരണം ക്രിസ്തുവിന്റെ ശരിക്കും കുരിശുമരണത്തിന്റെ ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ലാസറിനെ ഉയർപ്പിച്ചതാണ്. ശരിക്കും ബൈബിള് പഠിച്ചാൽ മനസ്സിലാവും. കാരണം ഇവനെല്ലാം പറഞ്ഞു, ഇവനെ ആൾക്കാരൊക്കെ കയ്യിലെടുത്തു, അതൊക്കെ പോട്ടെ. പക്ഷെ അവസാനം ഒരാൾ ഉയർപ്പിച്ചപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അത്തരം ഒരു ജനരോക്ഷം ഈശോയ്ക്കെതിരെ അവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർ പരിശ്രമിക്കുകയാണ്. കാരണം അവരുടെ സ്ഥാനം നഷ്ടപ്പെടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. അത് ചില മനുഷ്യരുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു വാശിയുടെ പുറത്ത് അല്ലെങ്കിൽ ഒരു ദേഷ്യത്തിന്റെ പുറത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയുടെ മരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്മീഡിയറ്റ് റീസൺ ആയിട്ട് അതിന് വരുന്നത്. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ ലൈഫിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അവനാണ് നന്മ ചെയ്തതിന്റെ പേരിൽ എനിക്ക് അവനോട് ദേഷ്യം ഉണ്ടാവുന്നുണ്ടോ? വേറൊരാൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് ചെയ്തു, അതിനകത്ത് ഞാൻ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അവരെന്നെ സന്തോഷങ്ങളിൽ സന്തോഷിക്കാനുള്ള ഒരു നല്ല മനസ്സുണ്ടോ? ആ മനസ്സ് നല്ലതല്ലെങ്കിൽ, കെട്ടതാണെങ്കിൽ ഇതുപോലെ പലരുടെയും മരണങ്ങൾക്ക് ചില കുരുക്കുകൾ ഉണ്ടാക്കുന്ന ജീവിതങ്ങളായിട്ട് നമ്മൾ മാറും. നമ്മൾ ചിന്തിക്കേണ്ടതാണ് അപരന്റെ ജീവിതത്തിന്റെ നന്മകളെ അംഗീകരിക്കാനുള്ള ഹൃദയവിശാലത. അപരന്റെ കണ്ണുനീര്, അതിന് ശത്രുവായിക്കോട്ടെ, അവന്റെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാവുമ്പോൾ കണ്ണുനീര് പൊഴിച്ചിട്ട് മാറി നിന്നിട്ട് അങ്ങനെ തന്നെ വേണമായിരുന്നു എന്നൊന്നും തമാശയ്ക്ക് പോലും നമ്മൾ പറയാൻ പാടില്ല. കാരണം അപകടം ഉണ്ടായാലും ബുദ്ധിമുട്ടുണ്ടായാലും ദുഃഖം ഉണ്ടായാലും ദുരിതം ഉണ്ടായാലും അത് ശത്രുവിനായിക്കോട്ടെ മിത്രത്തിനായിക്കോട്ടെ അത് വേദനാജനകം തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് അപരന്റെ സന്തോഷങ്ങളിൽ കൃത്യമായി സന്തോഷിക്കാൻ, അപരന്റെ സങ്കടങ്ങളിൽ കൃത്യമായി സങ്കടപ്പെടാനുള്ള ഹൃദയവിശാലത എനിക്ക് നൽകണമേ. അല്ലെങ്കിൽ ഈ ക്രിസ്തുവിന്റെ മരണത്തിലേക്ക് നയിച്ച അവരുടെ പ്രവർത്തനങ്ങൾ പോലെ എൻ്റെ പ്രവർത്തനങ്ങളും അപരന്റെ ജീവിതത്തിന്റെ നാശത്തിനും കാരണമാവും. അതാകാതിരിക്കാൻ ഈ 40-ാം വെള്ളി കാരണമാവട്ടെ. കുറെ കൂടി സ്നേഹത്തോടെ അവരെന്നെ മനസ്സിലാക്കാൻ, അവരെന്റെ നന്മകൾ അംഗീകരിക്കാൻ നിങ്ങളുടെ ഹൃദയം കുറെ കൂടി വിശാലമാവട്ടെ. അതിനുവേണ്ട എല്ലാ ദൈവാനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.